ഇന്നത്തെ മെനു മാങ്ങ മപ്പാസ്. അതിന് വറുത്തരച്ച് എടുക്കേണ്ട സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. 1/4 സ്പൂൺ കടുക്, 1/4 സ്പൂൺ ഉലുവ, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു സ്വല്പം പെരിഞ്ജീരകം, 2 വെളുത്തുള്ളി, 1 ചുവന്നുള്ളി. ആദ്യം കടുക് സോസ് പാൻ വെച്ച് ഇടുക, അതിനുശേഷം ഉലുവ ഇടുക. അതൊന്ന് ചുമന്ന് കഴിയുമ്പോൾ ബാക്കി പൊടികളിടുക. മല്ലിപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകം ഇതെല്ലാം ഇടുക. ഒന്ന് ചൂടായി കഴിയുമ്പോൾ മിക്സിയിലിട്ട് വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഇട്ട് അതിനെ പൊടിച്ചെടുക്കുക. പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ ഓണാക്കി കടുകിട്ടു. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, കടുകിട്ടു. അതിനുശേഷം 1/4 സ്പൂൺ ഉലുവ ഇട്ടു. അത് പതുക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇത് പതുക്കെ ഒന്ന് വറക്കുക. ചെറുതായി ചൂടായാൽ മതി, അധികം വറക്കേണ്ട കാര്യമില്ല. നമ്മൾ പൊടിച്ചു വെച്ച ബൗളിലേക്ക് 2 വെളുത്തുള്ളി, 1 ചുവന്നുള്ളി, ഒരു സ്വല്പം പെരിഞ്ജീരകം ഇത് ഇട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. നല്ല വിളഞ്ഞ 2 മാങ്ങ പീൽ ചെയ്ത് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ മാങ്ങയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ കൂട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് വയ്ക്കുക. അതിൻ്റെ കൂടെ അല്പം ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പ് പാകത്തിന് ചേർത്തേക്കുക. അരച്ചു പുരട്ടി വെച്ചിരിക്കുന്ന ആ മാങ്ങ നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇടാം. ഈ മാങ്ങ നല്ല വിളഞ്ഞ് നന്നായിട്ട് മൂത്ത മാങ്ങ, പുളിയുള്ള മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2ാം പാല് കൂടി ഒഴിക്കുക. ഒഴിച്ച് ഒരു കരിയാപ്പല തണ്ട് കൂടി ഇട്ട് സ്റ്റൗ ഓൺ ചെയ്യുക. ഒരു തേങ്ങയുടെ പകുതി പാലാണ് നമ്മൾ ഇതിൽ കിടന്ന് വേകട്ടെ. അതിനുശേഷം ഏതാണ്ട് വെന്ത് പറ്റി കഴിയുമ്പോൾ 1ാം പാല് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. വേകുന്നത് വരെ ഇത് അടച്ചു വയ്ക്കണം. നമ്മുടെ കറി പറ്റാറായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1ാം പാല് ഇതിലേക്ക് ഒഴിക്കാം. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഒരു മിനിറ്റ് നേരം ചൂടായാൽ മതിയാവും. പിന്നീട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഓഫാക്കി കടുക് ഇറക്കാനുള്ളത് ചെയ്യാം. കടുക് ഇറക്കുന്നതിനായി പാൻ നമ്മൾ സ്റ്റൗവിൽ വെച്ചു. അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം അത് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ ആദ്യം കടുകിടുക. അതിനുശേഷം 2 ചുവന്ന മുളക് ഞാൻ വെച്ചിട്ടുണ്ട്. അത് കറിക്ക് നല്ല ഭംഗി കൂട്ടും. 2 ചുവന്ന മുളക് ഇടുക. ഇത്തിരി ചുവന്നുള്ളി അരിഞ്ഞതിടുക. കറിവേപ്പില ഇടുക. ഇത് മൂക്കുന്നത് വരെ അടുപ്പിൽ വയ്ക്കുക. കടുക് വറുത്ത് ഒഴിക്കുക. കടുക് വറുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ അത് അടച്ചു വെക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ മണമൊക്കെ അങ്ങ് പോകും. നല്ല മണം വരുന്നുണ്ട്. ആ മണം നഷ്ടപ്പെടാതിരിക്കും. ഉടനെ തന്നെ അടച്ചു വെച്ചാൽ ഇനി സ്റ്റൗ ഒന്ന് ഓഫാക്കുക. നമ്മുടെ മാങ്ങ മപ്പാസ് നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. ചോറ് ഉണ്ണുന്നതിന് നല്ലൊരു കറിയാണ്.